ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് സൂസൈഡ് ചെയ്യാൻ പോലും തോന്നുന്നു, ബട്ട് ധൈര്യമില്ലാത്തത് കൊണ്ട് ജീവിക്കുന്നു എന്ന് മാത്രം. ശരിക്കും വല്ലാത്ത ഒരവസ്ഥയാണ്. ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ബട്ട് ആരും കേൾക്കാൻ ശ്രമിക്കാറില്ല. ഡിഗ്രി കഴിഞ്ഞതു മുതൽ ഫ്രണ്ട്സുമായി കോണ്ടാക്ട് ഇല്ല. വീട്ടുകാരാണെങ്കിൽ എന്നെ മനസ്സിലാക്കാറേയില്ല. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ തോന്നുന്നു എന്നതുപോലത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു കാര്യം, ഇതിൽ ആളിങ്ങനെ സോഷ്യലി വിഡ്രോ ചെയ്തത്, ഇങ്ങനെ ഐസൊലേറ്റഡ് ആയത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്കൊരു പിക്ചർ ഇതിലില്ല. അപ്പം ചിലപ്പം ആളുടെ എന്തെങ്കിലും ഒരു ഡിപ്രസീവ് ഫേസിലാണോ ആളുള്ളത് എന്നുള്ളതും നമുക്കറിയില്ല. അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആൾക്കത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടെ ആള്. അപ്പം ആൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കട്ടെ, നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, നമുക്ക് എല്ലാ തവണയും ഇങ്ങനത്തെ സൂയിസൈഡൽ സാധനങ്ങൾ വരുന്നു. ഒരു മിനിറ്റിൽ എത്രയോ പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു നിമിഷം മതി അത് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി. ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമല്ലോ, പക്ഷെ ആ ഒരു മൊമെന്റിൽ നമ്മൾ ചിലപ്പം ചെയ്തു പോവും. അപ്പം സൂയിസൈഡ് ഞാൻ അന്ന് ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം ഇതാണ്: സൂയിസൈഡൽ ഐഡിയേഷൻ വരെ പേടിക്കണ്ട, പക്ഷെ സൂയിസൈഡൽ നമുക്കൊരു പ്ലാനിങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എങ്ങനെ സൂയിസൈഡ് ചെയ്യും, കയറാണോ, എനിക്ക് ഏത് മെത്തേഡാണ് വേണ്ടതെന്നൊക്കെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡേഞ്ചർ സൈൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരാളോട് പറയാം, എനിക്ക് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എന്നെ രക്ഷിക്കണം എന്നുള്ളൊരു സാധനം പറയാം. ഒരുപാട് ടോൾ ഫ്രീ നമ്പേഴ്സും പല പല സാധനങ്ങളും ഒക്കെ അതിനുണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ ക്ലിനിക്കിലേക്കെങ്കിലും വിളിച്ച് സംസാരിക്കുക. ഇനി പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് സെഷൻസ് കിട്ടുമോ നോക്കുക. അല്ലെങ്കിൽ ഗവൺമെൻറ് സെറ്റപ്പിലൊക്കെ സൈക്കോളജിസ്റ്റുമാരുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്, ഹോസ്പിറ്റൽസുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുക, സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് സംസാരിക്കുക. ഈ ടോൾ ഫ്രീ നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കുള്ള ഒരു കൗതുകമാണ്. അതായത് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച അവരെന്താ ചെയ്യുക? അവര് ഒരുപാട് ദൂരെ ആയിരിക്കില്ലേ, അപ്പൊ അവർ ഇതേപോലത്തെ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് ചെയ്യുക. പിന്നെ പാരന്റ്സിന്റെ നമ്പർ, ടവർ ലൊക്കേഷൻ ഒക്കെ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് അവരോട് വീട്ടിൽ പോയി ചെന്ന് നോക്കാം. അതിനൊക്കെ കുറെ പ്രോജക്ട്സിൽ കുറെ ആൾക്കാരുണ്ട്, സോഷ്യൽ വർക്കേഴ്സ്, അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെയുള്ള സൂയിസൈഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ പ്രോജക്ട്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുറെ. എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് ജസ്റ്റ് സൂയിസൈഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമൊക്കെ വരുന്നത് ഈ ടോൾ ഫ്രീ നമ്പേഴ്സാണ്. ഈവൻ നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ആ നമ്പേഴ്സ് കിട്ടും. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കാണാം.